ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അങ്ങനെ ഒരു മാസത്തോളമായി നീണ്ടു നിന്ന SA-20 ലീഗിൻ്റെ കലാശപ്പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. നാളെ നടക്കാൻ പോകുന്ന കലാശപ്പോരാട്ടത്തിൽ ഡർബൻ സൂപ്പർ ജയൻസ് നേരിടാനൊരുങ്ങുന്നത് സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സ് എന്ന നിലവിലെ ചാമ്പ്യന്മാരെയാണ്. തുടർച്ചയായ രണ്ടാം കലാശപ്പോരാട്ടത്തിനാണ് ഏഡൻ മാർക്രം നയിക്കുന്ന സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ക്വാളിഫയർ 1-ൽ സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സ് ഡർബൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് ഫൈനലിൽ ക്വാളിഫൈ ചെയ്തിരുന്നു. ഡർബൻ സൂപ്പർ ജയൻസ് ക്വാളിഫയർ 2-ൽ ജോബർഗ് സൂപ്പർ കിങ്സിനെ ഫാഫ് ഡുപ്ലസി നയിക്കുന്ന ജോബർഗ് സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് തങ്ങളുടെ ആദ്യ SA-20 ലീഗ് കലാശ പോരാട്ടത്തിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സെമി ഫൈനലിലെ ഫിക്സ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ക്വാളിഫയർ 1-ൽ ഡർബൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് സൺറൈസേഴ്സ് ഫൈനലിൽ ക്വാളിഫൈ ചെയ്തിരുന്നു. എലിമിനേറ്ററിൽ പാൾ റോയൽസും അതോടൊപ്പം തന്നെ ജോബർഗ് സൂപ്പർ കിങ്സുമായിരുന്നു. ഡേവിഡ് മില്ലർ നയിക്കുന്ന പാൾ റോയൽസ് അതോടൊപ്പം തന്നെ ഫാഫ് ഡുപ്ലസി നയിക്കുന്ന ജോബർഗ് സൂപ്പർ കിങ്സ്. മത്സരത്തിൽ 9 വിക്കറ്റിന് വിജയിച്ചുകൊണ്ടായിരുന്നു ജോബർഗ് സൂപ്പർ കിങ്സ് ക്വാളിഫയർ 2-ന് ക്വാളിഫൈ ചെയ്തത്. ആദ്യം ബാറ്റ് ചെയ്ത പാൾ റോയൽസ് 18.5 ഓവറിൽ 138 റൺസിന് ഓൾ ഔട്ട് ആവുകയും മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ജോബർഗ് സൂപ്പർ കിങ്സ് 13.2 ഓവറിൽ വിജയലക്ഷ്യം ഭേദിച്ചുകൊണ്ടായിരുന്നു. 40 പന്തുകൾ സ്പെയർ ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ജോബർഗ് പാൾ റോയൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാളിഫയർ 2-ലേക്ക് കടന്നത്. ക്വാളിഫയർ 2-ൽ ഇന്നലെയായിരുന്നു പോരാട്ടം ഡർബൻ സൂപ്പർ ജയൻസും അതോടൊപ്പം തന്നെ ജോബർഗ് സൂപ്പർ കിങ്സും. ആദ്യം ബാറ്റ് ചെയ്ത ഡർബൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ജോബർഗ് സൂപ്പർ കിങ്സ് പാടെ തകർന്നടിയുകയായിരുന്നു. 17.4 ഓവറിൽ 142 റൺസിന് ജോബർഗ് സൂപ്പർ കിങ്സ് ഓൾ ഔട്ടായി. 69 റൺസിനായിരുന്നു കേശവ് മഹാരാജ് നയിക്കുന്ന ഡർബൻ സൂപ്പർ ജയൻസ് ജോബർഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. മത്സരത്തിലെ സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡർബൻ സൂപ്പർ ജയൻസിന് വേണ്ടി സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഹൈൻറിഷ് ക്ലാസൻ 30 പന്തിൽ 74 ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഒപ്പം വയാൻ മുൾഡർ 23 പന്തിൽ 50, ശ്രീലങ്കൻ ബാറ്റർ ഭലുക രാജപക്സ 23 പന്തിൽ 35 എന്നിവർ സ്കോർ ചെയ്തു. ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ നാന്ദ്രെ ബർഗർ 4 ഓവറിൽ 27 റൺസ് മാത്രമാണെങ്കിൽ 2 വിക്കറ്റും, ഡ്രൗഗ് ബ്രേസ്വാൽ 2 വിക്കറ്റും, ഡയാൻ ഗലിയം ഓരോ വിക്കറ്റ് വീതവും നേടി. ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ മൊയ്ൻ അലി ഇംഗ്ലീഷ് ഓൾറൗണ്ടറായിട്ടുള്ള മൊയ്ൻ അലി 26 പന്തിൽ 30, റീസ ഹെൻഡ്രിക്സ് 24 പന്തിൽ 27, ഡൊണോവൻ ഫെറേര വിക്കറ്റ് കീപ്പറാണ് 12 പന്തിൽ 24 എന്നിവർ സ്കോർ ചെയ്തു. ഡർബൻ സൂപ്പർ ജയൻസിൻ്റെ ബോളിങ്ങിന് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത താരം സൗത്ത് ആഫ്രിക്കൻ യുവതാരമായിട്ടുള്ള ജൂനിയർ ഡാലയാണ്. 3.4 ഓവറിൽ 38 റൺസ് മാത്രമാണെങ്കിൽ 4 വിക്കറ്റുകളാണ് ഡാല നേടിയത്. ഒപ്പം ഡ്വെയ്ൻ പ്രട്ടോറിയസ്, നവീൻ ഉൾ ഹക്ക് എന്നിവർ 2 വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാരായാണ് സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സ്. SA-20 ലീഗിൻ്റെ ആദ്യ സീസണിലും കിരീട ജേതാക്കളായത് ഏഡൻ മാർക്രം എന്ന സൗത്ത് ആഫ്രിക്കക്കാരൻ നയിക്കുന്ന സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സ് ആയിരുന്നു. അപ്പോൾ അത് തുടർച്ചയായ രണ്ടാം കലാശ പോരാട്ടത്തിനാണ് സൺറൈസേഴ്സ് വഴിയൊരുക്കിയിട്ടുള്ളത്. എന്നാൽ ഡർബൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ച് ആദ്യ ഫൈനലാണ്. കേശവ് മഹാരാജ് നയിക്കുന്ന ടീമിൽ ക്വിൻ്റൺ ഡീകോക്ക് തുടങ്ങിയ നവീൻ ഉൾ ഹക്ക് തുടങ്ങിയ മികച്ച താരങ്ങളുടെ അകമ്പടിയുണ്ട് ഡർബൻ സൂപ്പർ ജയൻസ്. ഒപ്പം അതോടൊപ്പം തന്നെ മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമുള്ള ടീം തന്നെയാണ് ഡർബൻ സൂപ്പർ ജയൻസ്. റീസ്റ്റോപ്പിൽ എന്ന ഇംഗ്ലീഷ് താരം നയിക്കുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് തന്നെയാണ്. നാളെയാണ് SA-20 ലീഗിൻ്റെ കലാശ പോരാട്ടം നടക്കാൻ പോകുന്നത്. നാളെ രാത്രി 9 സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സ് വേഴ്സസ് ഡർബൻ സൂപ്പർ ജയൻസ്.